ഓം ശാന്തി. നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാം ആകർഷിക്കുന്നത് നമ്മുടെ സങ്കല്പങ്ങളാണ് എന്ന് നമുക്ക് ആകർഷണ സിദ്ധാന്തം പഠിപ്പിച്ചു തന്നു. അത് അറിയുന്നവരുമാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ, ജീവിതത്തോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ തന്നെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു സിംഗിൾ തോട്ടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏതാണ് ആ ശക്തിശാലി സങ്കല്പം? നമ്മുടെ ജീവിതം ഒരു ഉല്ലാസയാത്രയാണ്. അതിൽ എപ്പോഴും സന്തോഷിക്കാനുള്ളത് മാത്രമല്ല ഉണ്ടാകുക, ചില സമയത്ത് ചാലഞ്ചിങ് ആയ സിറ്റുവേഷൻസും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായി വരാം. ചിലപ്പോൾ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ ആനന്ദിക്കും, ചിലപ്പോൾ നമ്മൾ പറയും അപകടങ്ങളും ആപത്തുകളും കൊണ്ട് മടുത്തിരിക്കുന്നു എന്നും പറഞ്ഞു പോകാറുണ്ട്. എപ്പോഴാണോ അനുഗ്രഹങ്ങൾ ഒഴുകുന്നത് ആ സമയത്ത് ആരാണ് ഈ അനുഗ്രഹം തരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറൊന്നുമില്ല. ആനന്ദത്തിൽ നമ്മൾ അതിൽ മുഴുകി ദിവസങ്ങളും സമയങ്ങളും കടന്നു പോകും. പക്ഷേ ഒരു സാഹചര്യം ദുഃഖത്തിൻ്റെ വന്നു, പ്രയാസത്തിൻ്റെ വന്നു, കുറേ നമ്മൾ പ്രാർത്ഥിച്ചു, കുറേ നമ്മൾ പ്രവർത്തിച്ചു, അതിന് മാറാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ നമ്മളതിൻ്റെ കാരണക്കാരെ കണ്ടെത്താൻ തുടങ്ങി. ചിലപ്പോൾ നമ്മൾ മാതാപിതാക്കളാണ് ഇതിനെല്ലാം കാരണമെന്ന് പറയും, വേറെ ചിലവർ എൻ്റെ മക്കളാണിതിന് കാരണമെന്ന് പറയും, വേറെ ചിലവർ നാട്ടുകാരും വീട്ടുകാരും കൊളീഗ്സിനെയും ഒക്കെ കുറ്റം പറയും. മറ്റു ചിലർ സർവേശ്വരനെ തന്നെ ഇത്രയ്ക്കധികം നീ കണ്ണ് കാണാതെ എന്നെ വിഷമിപ്പിക്കുകയാണല്ലോ, ദുഃഖിപ്പിക്കുകയാണല്ലോ, എന്തിനാണ് എന്നെ മാത്രം ഇത്ര വേദനിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഭഗവാനെ പോലും നമ്മൾ കുറ്റം പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ദുഃഖങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ എന്തുകൊണ്ടാണ് ദുഃഖം വന്നത് എന്ന് കാരണങ്ങൾ തേടി നമ്മളത് കുറ്റക്കാരല്ല, കുറ്റക്കാരായിരിക്കുന്നത് നാലുപാടുമുള്ളവരെ, ഈശ്വരനെ ഒക്കെ ആക്കി മാറ്റുന്നത്. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് എന്തിൻ്റെ ആധാരത്തിലാണ്? ആരാണിതിന് കാരണഭൂതനായിരിക്കുന്നവൻ? നമുക്കറിയാം, സങ്കല്പം, വിചാരങ്ങൾ, അത് ഉള്ളിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഞാനിങ്ങനെ പാഴ്ചിന്തകൾ ചിന്തിച്ചാൽ, വ്യർത്ഥമായ ചിന്തകളിലിരുന്നാൽ, നെഗറ്റീവായ ചിന്തകളിലിരുന്നാൽ ഇത് എന്നിലേക്ക് നെഗറ്റീവായ ഊർജം കൊണ്ടുവരും എന്നൊരു വിചാരം നമ്മുടെ ഉള്ളിൽ ഒരിക്കലും വരാറില്ല. കാരണം ഈ ഊർജത്തിൻ്റെ പ്രവാഹത്തിൻ്റെ സമയത്ത് അതിൽ നമ്മളും ബന്ധിതരായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നെഗറ്റീവായ ഊർജങ്ങൾ എന്തൊക്കെയാണോ, അഥവാ നമ്മുടെ മനസ്സിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത നെഗറ്റീവായ ഊർജങ്ങൾ എന്തൊക്കെയാണോ അത് തിരിച്ചു വരുന്ന സമയത്ത് ഇന്നലെ വരെ എന്തെല്ലാം വിചാരങ്ങൾ നെഗറ്റീവായോ വ്യർത്ഥമായോ നമ്മളിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടോ, ഇതൊക്കെ തിരിച്ചു വരുമ്പോൾ അത് സ്ഥൂലീകരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആക്സിഡൻ്റ് ആവാം, ചിലപ്പോൾ ദുഃഖങ്ങളാകാം, ചിലപ്പോൾ സെപ്പറേഷനാവാം, ചിലപ്പോൾ ദാരിദ്ര്യമാവാം, ചിലപ്പോൾ രോഗമാവാം. ഇങ്ങനെ പല സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ഇന്നലെ വരെ ട്രാൻസ്മിറ്റ് ചെയ്ത ഊർജം തിരിച്ചു വരുന്ന സമയം ഇങ്ങനെ പല സാഹചര്യങ്ങളായിട്ടായിരിക്കും സ്ഥൂലീകരിക്കപ്പെടുന്നത്. അപ്പം നമ്മൾ തൊടുത്തു വിട്ട അമ്പുകൾ നമ്മളിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഈശ്വര പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ ശക്തി കുറയ്ക്കാൻ പറ്റും എന്നല്ലാതെ അതിനെ ഇല്ലാതാക്കാനുള്ള ശക്തി ഈശ്വരന് പോലും ഇല്ല. പക്ഷെ ഞാനാണ് ആ ഊർജം തൊടുത്തു വിട്ടത് എന്നൊരു വിചാരം എൻ്റെ ഉള്ളിലില്ല. കാരണം ആ ഒരു വിചാരം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ നെഗറ്റീവ് ഊർജം പ്രൊഡ്യൂസ് ചെയ്യില്ല. കാരണം ഞാനെന്ന് പറയുമ്പോൾ നമ്മൾ സങ്കല്പിക്കുന്നത് ഈ കാണുന്ന രൂപത്തിനെയാണല്ലോ. എൻ്റെ ഈ വ്യക്തിത്വ രൂപം അല്ലെങ്കിൽ നിങ്ങളുടെ ആ വ്യക്തിത്വ രൂപം, ഉദാഹരണം പറയുകയാണെങ്കിൽ 21 വയസ്സായ ഒരു വ്യക്തി, നമ്മൾ ആ വ്യക്തിയെ കാണുന്ന സമയത്ത് ആ 21 വർഷ കാലഘട്ടം ആ വ്യക്തി എങ്ങനെ ജീവിച്ചു, അല്ലെങ്കിൽ 90 വയസ്സായ ഒരു വ്യക്തി, നമ്മൾ വിചാരിക്കുക എന്താ, ഈ 90 വയസ്സായ വ്യക്തി 90 വയസ്സ് വരെ എങ്ങനെ ജീവിച്ചു, അതിൻ്റെ കണക്ക് കൂട്ടലിലാണ് നമ്മൾ അവരുടെ ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും ആധാരത്തെ കണക്ക് കൂട്ടുന്നത്. നമ്മൾ ഒന്നുകൂടി ഉയർന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് 90 വയസ്സായിട്ടുണ്ട്, 91 വർഷം മുന്നും ആ ആത്മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആത്മാ 91 വർഷം മുന്ന് വേറൊരു ശരീരത്തിലുണ്ടായിരുന്നു. ഇങ്ങനെ അനേക ശരീരങ്ങൾ, അഥവാ 21 വയസ്സായ ആളാണെങ്കിൽ 22 വർഷം മുന്നും വേറെ ഉടുപ്പിലുണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ ഉടുപ്പുകൾ കടന്ന് വ്യത്യസ്തമായ എനർജികൾ ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മൾ ഈ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് എന്നൊരു കോൺഷ്യസ് നമ്മുടെ ഉള്ളിലില്ല. അതുകൊണ്ട് ആ ഒരു കോൺഷ്യസ് നമ്മൾ ഉണർത്തണമെങ്കിൽ നമ്മളെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാക്കുന്ന ഊർജം അഥവാ മനസ്സിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഒരു ഊർജമായിരിക്കുന്ന ആത്മാവ്, റൂഹ്, സോള് എന്നെല്ലാം പറയുന്ന നമ്മളാണ്. ഇത് നമ്മുടെ ബോഡി
പിണ്ടമാണ്, അഥവാ ഇതൊരു വസ്തുവാണ്. ഈ പിണ്ടത്തിന് ജീവൻ നൽകുന്ന ഞാൻ ആത്മാ അത് നശിക്കാത്തതാണ്. അപ്പോൾ എന്നിൽ നിന്നുണ്ടാകുന്ന ഊർജം എന്തായാലും അത് എന്നിലേക്ക് തന്നെ തിരിച്ചു വരും. ഒരുപക്ഷെ ഞാൻ ഈ ശരീരം മാറിയിട്ടുണ്ടാകാം. നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ ഇരിക്കുന്ന 21 വയസ്സിലാണ്, അല്ലെങ്കിൽ 55 വയസ്സിലാണ്, അല്ലെങ്കിൽ 65 വയസ്സിലാണ്, പെട്ടെന്ന് ശരീരം വിട്ടു പോയാലും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ എനർജി പ്രവാഹം ഉടുപ്പ് മാറിയാലും അതിലേക്ക് തേടി വരും. അപ്പോൾ എപ്പോൾ നമുക്ക് ഞാൻ ഈ ശരീരത്തിനെ ഉപയോഗിക്കുന്ന ഒരു ഊർജ്ജമാണ് എന്നൊരവസ്ഥയിൽ ഇരിക്കാനുള്ള ഒരു കഴിവ് ഞാൻ ഡെവലപ്പ് ചെയ്യുന്നു, അതോടുകൂടി എൻ്റെ ഉള്ളിലെ സങ്കല്പധാര പോസിറ്റീവ് ആക്കാൻ എനിക്ക് സാധിക്കും. അപ്പോൾ പോസിറ്റീവ് ഊർജം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ ആത്മാ ഈ ബോഡി ഉപയോഗിക്കുന്നു എന്ന ഒരു ബോധത്തോടു കൂടി ശരീരത്തിന് ഉപയോഗിക്കണം. ഒരൊറ്റ സിംഗിൾ തോട്ട്, ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ രാജീവനാണ്, അല്ലെങ്കിൽ ഞാൻ രശ്മിയാണ്, ഞാൻ അഡ്വക്കേറ്റാണ്, ഞാൻ വക്കീലാണ്, ഞാൻ ഡോക്ടറാണ്, ഇങ്ങനെ റോളോ പേരോ ഓർമ്മിക്കുന്നതിന് പകരം ഞാൻ ആത്മാവാണ്, ഇതെൻ്റെ ശരീരമാണ് പറയുമ്പോൾ ഒറ്റ വിചാരം. ഈ ഒരു വിചാരം ജീവിതത്തിലുള്ള കാഴ്ചപ്പാട് ആകെ മാറ്റിമറിക്കും. ഇന്നത്തെ ഈ ശരീരത്തിൻ്റെ ഏജ് വെച്ചിട്ടോ അല്ലെങ്കിൽ വ്യക്തിയുടെ പേര് വെച്ചിട്ടോ മാത്രം നമ്മൾ ഓർമ്മിക്കുമ്പോൾ ഇത് നമുക്ക് ലിമിറ്റഡായ ഒരു അറിവാണ് തരുന്നത്, ലിമിറ്റഡായ ഒരു കണക്കാണ് തരുന്നത്. മറിച്ച് ഞാൻ ആത്മാ അവിനാശിയാണ് എന്ന വിചാരം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഈ ശരീരത്തിന് മുന്നും ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്ത എനർജി എന്നിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ എനിക്ക് അവിടെ ക്ഷമിക്കാനും പൊറുക്കാനും സ്വീകരിക്കാനും സാധിക്കും. പക്ഷെ നമ്മുടെ അവസ്ഥ അങ്ങനെയല്ല. നമ്മളെല്ലാവരും ജീവിതയാത്രയുടെ തിരക്കിൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സന്യാസികൾക്ക് ചിന്തിക്കാനുള്ളൊരു തോട്ടാണ് ഈ ആത്മബോധം എന്ന് പറയുന്നതൊക്കെ, ആലും മാവും ചേർന്നതെന്ന് പരിഹസിക്കുക, ഇങ്ങനെ പല പല അവസ്ഥകളിലൂടെ പോകുന്ന അവസ്ഥയാണ് ഇന്ന് മനുഷ്യർ. പക്ഷെ മറിച്ച് ഞാൻ ആത്മാ എന്നുള്ള വിചാരം എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരികയാണ് എങ്കിൽ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വർത്തമാനകാല ജീവിതത്തിലെ കാര്യങ്ങളെ അതിൻ്റെ ആഴങ്ങളിൽ മനസ്സിലാക്കി, അതിൻ്റെ മൂലം എവിടെയാണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ ആരംഭം എവിടെയെന്ന് മനസ്സിലാക്കി ഫുൾ സ്റ്റോപ്പ് ഇടാൻ നമ്മളെ ശക്തരാക്കും. അപ്പോൾ ആത്മബോധം എന്ന് പറയുന്നത് ഒരു സന്യാസം വരിക്കാനോ വിരക്തി വന്നവനോ ഉള്ളതല്ല, വിജയം വരിക്കാനുള്ള ജീവിതം സ്വന്തമാക്കാൻ, അഥവാ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ആണിക്കല്ലെന്ന് പറയുന്നത്, ആധാരശില എന്ന് പറയുന്നത് ഞാൻ ആത്മാവാണ് എന്ന സത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധമാണ്. അതുകൊണ്ട് ഞാൻ ആത്മാ ഈ ശരീരം ഉപയോഗിക്കുന്നു എന്നൊരു സങ്കല്പത്തെ, ഒറ്റ സങ്കല്പത്തെ ശക്തമായി നിങ്ങൾ പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള കാഴ്ചപ്പാട് മുഴുവൻ മാറിമറിയും. പരാതികളില്ല, പരിഭവങ്ങളില്ല. പരിശ്രമിച്ചുകൊണ്ട് വിജയം നേടാനും ഈശ്വരനെ സ്വന്തമാക്കിയ ജീവിതാനുഭവങ്ങളെ പങ്കുവയ്ക്കുന്ന ഒരു വിജയായി മാറാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പം നിങ്ങളും ആ ഒരൊറ്റ സങ്കല്പത്തെ ശക്തമാക്കുന്ന സാധനയിൽ മുഴുകി സന്തോഷം നിറഞ്ഞ ജീവിതം നയിക്കുന്ന ഒരു വിജയിയായി മാറട്ടെ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം. തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.